ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നതിലൊരു പ്രോബ്ലമാണ്. അതായത് നമ്മൾ ഇതിന് മുന്നിലുള്ള വീഡിയോസിൽ ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തിരുന്നു. അതിന് ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആക്സലറേറ്റ്സ് ടു എ സ്പീഡ് ഓഫ് 72 km/h in 60 seconds. ഫൈൻഡ് ആക്സലറേഷൻ ആൻഡ് ഡിസ്റ്റൻസ് കവർ ഡ്യൂറിങ് ദിസ് ടൈം. അതായത് ഒരു കാറ് റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി 72 km/h ആകുന്നു 60 സെക്കൻഡ് കൊണ്ട്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ u ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. റെസ്റ്റിലാകുമ്പോൾ മൂവ് ചെയ്യുന്നില്ല, സോ വെലോസിറ്റി 0. ഫൈനൽ വെലോസിറ്റി എന്താണ്? 72 km/h ആണ്, 72 km/h. പക്ഷെ നമുക്കറിയാം എന്താണ്, SI സിസ്റ്റത്തിൽ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. സോ km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു 72 ഇൻറ്റു km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? ഇവിടെ 4 20 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. 20 മീറ്റർ/സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി. ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? 60 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. സോ ടി ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു v - u/t. വിയുടെ സ്ഥാനത്ത് 20 - 0/60. അപ്പോൾ എന്ത് വരും? 20/60 എന്ന് വരുമ്പോൾ 1/3 എന്ന് എഴുതാം. 1/3 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷനാണ്. ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആക്സലറേഷൻ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് എസ്. സോ എസ് ഈസ് ഈക്വൽ ടു, നമ്മളൊരു ഇക്വേഷൻ, ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇക്വേഷൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വേണം ആലോചിക്കാൻ. സോ ഇതിനകത്ത് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? യു ഉണ്ട്, വി ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. എസ് കണ്ടുപിടിക്കണം. ഇത്രയും ടേംസ് ഒന്നിച്ച് ചേർക്കുന്ന ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. എന്താണത്? എസ് ഈസ് ഈക്വൽ ടു ut + ½ AT². അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ, ഏത് ഇക്വേഷനാണ് എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത്. അതായത് തന്നിരിക്കുന്നതും കണ്ടുപിടിക്കാനുള്ളതും ഉൾപ്പെടുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് വേണം ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ. ഇനി യുവിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം മൊത്തം 0 ആയിപ്പോയി. + ½ എയുടെ സ്ഥാനത്ത് എന്ത് വരും? എ 1/3 ആണ്. ഇൻറ്റു T² എന്ന് പറയുമ്പം 60. 60 ഇൻറ്റു 60, 60ൻ്റെ സ്ക്വയർ. അപ്പം 600 കിട്ടി. 600 ഉത്തരം. ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആകുമ്പോൾ യൂണിറ്റ് മീറ്റർ എന്ന് വന്നു. 600 മീറ്റർ.